ഹലോ, അപ്പോൾ രാവിലെ സമയം 5:30 ഏട്ടൻ പോവാണ്. ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് കോഴിക്കോട് വേമ്പര. സച്ചിന് വരാൻ പറ്റാത്ത അവസ്ഥയായി. പെയിനൊക്കെയാണ്. അമ്പലത്തേക്ക് പോവാണ്. സച്ചിന് ഇല്ല, ഒറ്റയ്ക്ക് പോവാണ്. പോയിട്ട് ഇന്നലെ ഏകദേശം വരാം. അപ്പോൾ നമ്മുടെ മെയിൻ പരിപാടിയാണ് അവിടെ. നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാത്തിരിക്കുകയാണ്. ഇവിടെ പുലർച്ചെ 5 മണിക്ക് വരും. 11 മണിയാകുമ്പോഴേക്കാണ് പരിപാടി. അപ്പോഴേക്കും എത്തും. ഓക്കെ, കുഞ്ഞ് വരുമ്പോഴത്തേക്കും പോകുമ്പോഴൊക്കെ ചോദിച്ചു എന്നെ പറ്റിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ഓക്കെ ഡേറ്റ ബൈ. വിളിക്ക്. അപ്പോൾ ഏട്ടൻ ഒരു 5:30 ആകുമ്പോൾ പോയിട്ടോ. അപ്പോൾ 8:30 വിളിച്ചിട്ടുണ്ടായിരുന്നു എത്തിയെന്ന് പറഞ്ഞിട്ട്. കുഞ്ഞൂസ് ഇടയ്ക്ക് എണീറ്റിട്ട് ഇങ്ങനെ വിളിച്ചു, ഫോൺ കട്ട് ചെയ്തു, പിന്നെ ഉറങ്ങി. ഇപ്പോൾ 10 മണിയായിട്ട് ഇനിയും എണീറ്റിട്ടില്ല. ഞാൻ കുഞ്ഞ് എണീക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഭക്ഷണം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് വീട്ടിൽ നിന്ന് രാവിലെ നേരത്തെ തന്നെ ഭക്ഷണം കൊണ്ട് തന്നിട്ടോ, അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് ഡാഡി വേഗം എന്തൊക്കെയോ ഉണ്ടാക്കി കൊണ്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കുഞ്ഞുസ് എണിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി എണീറ്റില്ല. 10 മണിയായി. എനിക്ക് വിശക്കണ്. ഏട്ടൻ വിളിച്ചപ്പോൾ ഏട്ടൻ കഴിച്ചു, അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ് പറഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ ഭക്ഷണം എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് എന്തൊക്കെയുള്ള ചോറ് കൊണ്ടുവന്നിട്ട്, സാമ്പാർ കൊണ്ടുവന്നിട്ട്, വേറെന്തോ ഒരു കറിയുണ്ട്, പപ്പായതൊക്കെ കട്ട് ചെയ്ത് കറക്റ്റിലാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. പഴം വീട്ടിലുണ്ടായത് കേട്ടോ. പിന്നെ കുറച്ച് ഇഡ്ഡലി കൊണ്ടുവന്നിട്ട്, പിന്നെ ഇതാ ബീൻസ് ഉപ്പേരി, ഇതാ വീട്ടിലുണ്ടായ മാങ്ങ, ഇതെല്ലാം കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതടക്കം എനിക്ക് ഒരു പണിയില്ല, എടുത്ത് കഴിച്ചാൽ മാത്രം മതി. അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞ പെൺമക്കൾക്ക് കുറച്ച് ഭയങ്കര സ്നേഹം കൂടുതലായിരിക്കും ഈ വീട്ടുകാർക്ക്. എന്താണെന്നറിയില്ല. വീട്ടിലുണ്ടാകുമ്പോൾ എപ്പോഴും ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മളിങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഒന്ന് വിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ അവർക്ക് ഭയങ്കര ഇതായിരിക്കും കേട്ടോ. നിങ്ങളുടെ കാര്യം എങ്ങനെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ അങ്ങനെയാണില്ല. കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇനി ഞാൻ കഴിക്കട്ടെ. ഇനി കുഞ്ഞു ദിവസം എണീറ്റിട്ട് അവനൊന്ന് ഫ്രഷ് ആക്കിയിട്ട് വേണം ഇതെല്ലാം കഴിപ്പിച്ചാൽ ഉച്ചയാവുന്നാ തോന്നുന്നത്. ഓക്കെ. ഹലോ, അപ്പോൾ സമയം 12 മണിയായി. ഞാൻ 10 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചു. കുഞ്ഞിതാ ഇപ്പോഴാണ് എണീറ്റത്. എന്താ ഇത്ര സമയം വൈകിയത്? നമ്മൾ രാവിലെ 6 മണിക്ക് എണീറ്റു. 2 മിനിറ്റ് പപ്പ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഉറങ്ങിയതാ. പിന്നെ 10 സമയത്ത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ എണീറ്റു. അതിന് പിന്നെ ഉറങ്ങിയിട്ട് 12 മണിക്ക് എണീറ്റത് മോൻ. രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നതാ. ഞാൻ ഇഡലി മാറ്റിയിട്ട് ഇനി ചോറെടുത്തു. വേറെ ഉച്ചയായില്ലേ. ഡാഡി ഭക്ഷണം കൊണ്ടുവന്നു അല്ലേ മോനെ? ഇനിയിപ്പോൾ കഴിക്കണം. പപ്പ വിളിച്ചോ മോനെ? എന്ത് പറഞ്ഞു മോൻ്റെ അടുത്ത്? കോഴിക്കോട് ഹൈലൈറ്റ് മോളൊക്കെ കഴിഞ്ഞ് വീടെത്തിയെന്ന് പറഞ്ഞു പപ്പ. ഇനിയിപ്പോ മോന് ഭക്ഷണം കൊടുക്കണം അങ്ങനെ പറഞ്ഞു അല്ലേ. പപ്പ വേഗം വരണം. നമ്മൾ ഒറ്റയ്ക്കായി പോയില്ലേ. മോന് മിസ് ചെയ്യുന്നുണ്ടോ പപ്പനെ? മിസ് ചെയ്യുന്നുണ്ട്. പപ്പ വേഗം വാ. നമ്മൾ അച്ഛമ്മ വന്നിട്ട് സിനിമയ്ക്ക് പോകുന്നുണ്ട്. കോമഡി സിനിമയ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ പപ്പനെ അത്ര മിസ് ചെയ്യില്ല അല്ലേ? അല്ലെങ്കിൽ വീട്ടിലിരുന്ന് മിസ് ചെയ്യും അല്ലേ? യെസ്. പപ്പ വേഗം വാ പറയും. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാം. ഓക്കെ. പപ്പയില്ലാത്തതിന് വന്നായിരുന്നു കേട്ടോ. അച്ഛമാമനും കുഞ്ഞൂസും കൂടി മോനേട്ടൻ്റെ 6 മണിക്കാണ് ഷോ. അപ്പം ഞങ്ങൾ നേരെ എത്തിയത് നമ്മുടെ പാലക്കാടുള്ള പ്രിയദർശിനിയിലാട്ടോ.